മാർച്ച് 27 ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ എയുടെ സ്വാതന്ത്ര്യങ്ങൾ എന്ന തലക്കെട്ടോടു കൂടിയാണ്. മൂന്നാമത്തെ പടിയൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രോഗ്രാം വലിയ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് വാതായനം തുറന്നിട്ടിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അതിൻ്റെ തുടക്കമാണ് മൂന്നാം പടി. പലപ്പോഴും ആശ്രയത്വം എന്ന പദം തെറ്റായി ധരിക്കുകയും തെറ്റായ ആശ്രയത്വത്തിൻ്റെ നിരവധി രൂപങ്ങളിലൂടെ കടന്നു പോവുകയും ചെയ്ത ഒരാളാണ് ഞാൻ. പല കാര്യങ്ങൾക്കും മറ്റുള്ള ആളുകളെ അമിതമായിട്ട് ആശ്രയിക്കുക, ആവശ്യപ്പെടലുകൾ നടത്തുക, ഇത്തരം പരിപാടികളിലൂടെ കടന്നുപോയി പലതും നിരസിക്കുകയും നടക്കാതെ വരികയും ചെയ്തപ്പോൾ മദ്യം എന്ന ആ ഒരു കെമിക്കലിനെ ആശ്രയിക്കുന്നു. അതിലൂടെ ബാക്കി പല കാര്യങ്ങളും നേടിയെടുക്കാമെന്ന് ഞാനെന്ന മദ്യാസക്തൻ കരുതുകയും പരാജയപ്പെടുകയും ചെയ്തു. ആ പരാജയം പലപ്പോഴും അംഗീകരിക്കാൻ പറ്റാത്തത് ഏതാണ്ട് തെറ്റുകൾ മാത്രമേ പറ്റിയിട്ടുള്ളൂ, ബാക്കി കാര്യങ്ങളിലൊക്കെ എൻ്റെ കാര്യങ്ങളൊക്കെ നിലനിർത്തണം, എനിക്ക് എൻ്റെതായ രീതിയിൽ പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം തരണമെന്ന വാശിയായിരുന്നു. മദ്യാസക്തി എന്ന് പറയുന്നത് രോഗമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും അല്ലെങ്കിൽ ഏലൊക്കെ എത്തുന്നതിന് മുന്നേയും വീണു പോകുന്നതിൻ്റെ പ്രധാനമായ ഒരു കാരണം. അവിടെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രോഗ്രാമിലെത്തി സമ്പൂർണ്ണമായ പരാജയം സമ്മതിക്കുകയും എൻ്റെ ജീവിതം അനിയന്ത്രിതമായി പോയി എന്നും മദ്യമില്ലാത്ത സമയത്തും പ്രശ്നങ്ങളുണ്ടായിരുന്നു, അവിടെ ഒരു കീഴടങ്ങലിന് തയ്യാറാവണം, ഒരു വലിയ ശക്തി പ്രോഗ്രാമിനെ ആശ്രയിക്കണം എന്നുള്ള ബോധ്യം കടന്നു വരുന്നു. എൻ്റെ അഹങ്കാരത്തെ മാറ്റി നിർത്തണം, പല കാര്യങ്ങളിലും എൻ്റെ സ്വന്തം ഇച്ഛ ആണ് കുഴപ്പമെന്നുള്ള തിരിച്ചറിവ്. അവിടെ വീണ്ടും മറ്റു മനുഷ്യരെയും സാഹചര്യങ്ങളെയും ആശ്രയിക്കലല്ല ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്ന യഥാർത്ഥ ആശ്രയത്വം എന്നുള്ള തിരിച്ചറിവ്. എന്തുകൊണ്ടാണ് ആ വലിയ ശക്തി എന്ന് അല്ലെങ്കിൽ ആ പ്രോഗ്രാമിനെ ആശ്രയിക്കുക, നിങ്ങൾ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ദൈവത്തെ ആശ്രയിക്കാൻ പറയുന്നത് യഥാർത്ഥമായ വൈകാരിക സ്ഥിരതയുടെ ഉറവിടമാണ് എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എനിക്ക് എല്ലാ തരത്തിലുമുള്ള സ്വാതന്ത്ര്യമുണ്ട്, ആ സ്വാതന്ത്ര്യത്തിലേക്ക് പോകാനാണ് ഇവിടെ ആശ്രയത്വത്തിലേക്ക് ഞാൻ കടന്നു വരുന്നത്. അതല്ലാതെ എനിക്ക് ആ സ്വാതന്ത്ര്യത്തെ അനുഭവിക്കാനായിട്ട് സാധ്യമല്ല. പല കാര്യങ്ങളിലും എൻ്റെ സ്വന്തം ഹിതം എന്ന് പറയുന്ന കാര്യങ്ങൾ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കല്ല എന്നെ കൊണ്ടുപോവുക, മറിച്ച് അത് മദ്യത്തിലേക്കോ അതല്ല എന്നുണ്ടെങ്കിൽ ദുഃഖത്തിലേക്കോ ആണ് എന്നെ എത്തിക്കുക. ഇവിടെ എനിക്ക് വീണ്ടും മദ്യത്തിലേക്ക് പോകാൻ ആഗ്രഹമില്ല, മദ്യത്തെ മാറ്റി നിർത്തണം. അതോടൊപ്പം തന്നെ യഥാർത്ഥമായ സന്തോഷത്തിലേക്ക് എനിക്ക് കടന്നു വരികയും വേണം. യഥാർത്ഥമായ സന്തോഷത്തിലേക്ക് കടന്നു വരണം എന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതം ഞാൻ വിചാരിച്ച പോലെ ആകാതിരിക്കുന്ന സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങളെ നേരിടാൻ എന്നെ പ്രാപ്തിയാക്കിയെടുക്കണം. അവിടെയാണ് ഈ വലിയ ശക്തി എന്ന് പറയുന്ന ആശ്രയത്വം കൃത്യമായിട്ട് കടന്നു വരുന്നത്. മറ്റുള്ള മനുഷ്യരെ അവരെ സ്നേഹിക്കാനായിട്ട്, സ്നേഹത്തിലേക്ക് കടന്നു വരാൻ, ഇതിനൊക്കെ ഈ മൂന്നാമത്തെ പടി നമ്മളെ സഹായിക്കുന്നതെന്നാണ്. ആളുകൾ മാറണം, ആളുകളുടെ പ്രവൃത്തികൾ ശരിയായ രീതിയിലാകണം എന്ന് നമ്മൾ പറയുമ്പോൾ ആളുകളെ നമ്മൾ കുറ്റം പറയാറുണ്ട്. ജീവിതത്തിലുണ്ടായ പല കുഴപ്പങ്ങൾക്കും കാരണം ഞാനല്ല എന്നും, അല്ലെങ്കിൽ ഞാൻ കുറേയൊക്കെ കുഴപ്പങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും കുറ്റപ്പെടുത്തേണ്ടത് മറ്റുള്ളവരെയാണ്, മറ്റുള്ളവർ മാറിയിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് മാറ്റം ഉണ്ടാകുമായിരുന്നു എന്ന ആ പറച്ചിലുകൾ മാറിക്കൊണ്ട് മാറേണ്ടത് മറ്റുള്ളവരല്ല ഞാനാണ് എന്നുള്ളതാണ്. അങ്ങനെ എനിക്ക് മാറ്റമുണ്ടായി ഞാൻ എന്നെ ഒരുക്കിയെടുക്കലാണ് യഥാർത്ഥത്തിൽ മൂന്നാമത്തെ പടിയിൽ നടക്കുന്നത്. ആ മൂന്നാമത്തെ പടിയിൽ ആശ്രയത്വത്തിലേക്ക് പരിപൂർണമായിട്ട് ഞാൻ കടന്നു വരുമ്പോൾ മാത്രമാണ് എൻ്റെ കുഴപ്പങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് യഥാർത്ഥ സ്വാതന്ത്ര്യം, ഏതിരുന്ന പരിപൂർണമായ സ്വാതന്ത്ര്യമുണ്ട്, ഒന്നിനെയും ഭയപ്പെടാതെ സ്വതന്ത്രമായിട്ട് നമ്മൾ പറയും ഇറങ്ങി നടക്കാൻ. അതിനാണ് പടികളെ പരിശീലിക്കുന്നത്. എല്ലാ തരത്തിലുള്ള ഭയങ്ങളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഭയത്തിൽ നിന്നുള്ള മാറ്റം ഉണ്ടാക്കിക്കൊണ്ട്, അപ്പോൾ ആളുകളും സാഹചര്യങ്ങളും ഒന്നും എന്നെ നിയന്ത്രിക്കില്ല, അപ്പോഴേ എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവും. മറ്റേത് ഏതിൻ്റെയൊക്കെയോ പിടിയിലായിട്ട് ഞാനിങ്ങനെ നടക്കുമ്പോൾ ഉള്ളിൽ അകാരണമായ ഭയം എന്നെ ഇങ്ങനെ വേട്ടയാടും. എന്താണെന്നറിയാതെ ഞാനിങ്ങനെ ഭയപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇന്നിവിടെ യാതൊരു തരത്തിലും ഒരു കാര്യവും എന്നെ ഭീഷണിപ്പെടുത്തുന്നില്ല. ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ 12 പടികളാണ് എന്നെ നയിക്കുന്നത് എന്ന ബോധ്യം, പ്രോഗ്രാമിലേക്കാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള തിരിച്ചറിവ്, മറ്റുള്ള ആളുകൾ അവരെങ്ങനെ പെരുമാറിക്കോട്ടെ, അവരെന്തോ ചെയ്തോട്ടെ, അവരെയും സ്നേഹിച്ച് ഞാൻ പ്രോഗ്രാമിൽ നിൽക്കേണ്ടതുണ്ട്. നേരെ പ്രോഗ്രാമിൽ ഞാനിത് പരിശീലിക്കുമ്പോൾ എനിക്ക് കുടുംബത്തിലും സമൂഹത്തിലും വേണ്ട സമസ്ത മേഖലകളിലും
ഞാൻ പറയേണ്ടത് പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ, മറ്റുള്ളവർ എന്നെ സ്നേഹിച്ചു എന്നല്ല, ഞാൻ ആരോടും വെറുപ്പില്ലാതെ വിദ്വേഷമില്ലാതെ നിൽക്കേണ്ടതുണ്ട് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ എയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഓർമ്മിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ കടന്നു വരുന്നത്. നമുക്ക് ഒരുമിച്ചുകൊണ്ട് പറയും തത്വങ്ങളോട് മുന്നോട്ട് പോകാം. ശുഭദിനം.